എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം നോക്കിയ ശേഷമാണ് ഞാനിപ്പോൾ പുറത്തേക്ക് പോവുകയാണെങ്കിലും വണ്ടി എടുത്ത് നടക്കുകയാണെങ്കിലും എല്ലാം ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലാതെ വണ്ടി ഫുൾ ടൈം വണ്ടി എടുത്ത് കറങ്ങി നടന്നിട്ട് വീട്ടിലെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളൊന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ഭാര്യയൊന്നുമില്ല ഞാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മുടെ ചാനൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ടില്ല. കുറേ വിചാരിക്കുന്നു ഷൂട്ട് ചെയ്യണം എന്ന്, പക്ഷെ മറന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തൊരു സമയമാട്ടോ, ഇപ്പോൾ സ്കൂൾ വെക്കേഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഒന്നും എണീക്കാറില്ല കേട്ടോ. ഞാനൊരു 7:30-8 മണിയൊക്കെ ആകുമ്പോൾ, ഇതിനെ നുണ പറഞ്ഞത് 8 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ എണീക്കാറുള്ളൂ. രാത്രിയും വളരെ ലേറ്റായിട്ട് കിടന്നുറങ്ങുക, ഇൻസ്റ്റാഗ്രാം റീലൊക്കെ നോക്കി അങ്ങനെ സമയം പോകും. അപ്പോൾ പക്ഷേ ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോകാനുള്ളത് അതുകൊണ്ട് ഞാനൊരു 6:45 ആകുമ്പോഴേക്കും എണീറ്റു കേട്ടോ. പക്ഷേ നല്ല വെളിച്ചമായിരുന്നു പുറത്ത്. അല്ലെങ്കിൽ സ്കൂളിലെ ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു 5:15 ഉള്ളിലൊക്കെ എണീക്കും. കാരണം പിള്ളേർക്ക് 8 മണിക്ക് ബസ് വരുന്ന കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ചോറ്, കറി, ഉപ്പേരി എല്ലാം ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5:30-5:15 ആകുമ്പോഴേക്കും എണീക്കും ഞാൻ. ഇപ്പോൾ സ്കൂളില്ലാത്ത കാരണം നേരത്തെ എണീക്കണ്ടല്ലോ, കുറച്ചൊക്കെ ലേറ്റായിട്ട് എണീറ്റല്ലോ മതിയെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ കാലത്ത് എണീറ്റു, പല്ലുതേപ്പും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊരു ആയുർവേദ എണ്ണയാണ് കേട്ടോ. ഞാൻ കോട്ടക്കൽ നിന്ന് മേടിച്ചാണ്. അതായത് ഇത് ഒരെണ്ണ മാത്രമല്ല 3 എണ്ണ കൂടി മിക്സ് ചെയ്തൊരു ഓയിലാണ് കേട്ടോ. അതിങ്ങനെ ഫേസിലും നെക്കിലും ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. എന്നിട്ട് ഫേസിൽ ജസ്റ്റ് ഒരു മസാജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി എണ്ണയാണ് കേട്ടോ. അതിനുശേഷം തലയിലൊക്കെ എണ്ണ തേച്ചിട്ട് ഇതൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണ് കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്നില്ല. ഒരു 3 ദിവസം എടുത്തിട്ട് ഒരു 2 ദിവസം പിന്നെ വേറെ ഏതൊരു ഡ്രിങ്ക് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് തലേ ദിവസം ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക ചെയ്യാറുള്ളത് കേട്ടോ. അതിനുശേഷം വീട്ടിലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ്. കാരണം അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും തലയിൽ മുഖത്തേക്ക് എണ്ണ നന്നായിട്ട് പിടിച്ചോളും. പിന്നെ കുറേ വൈകിട്ട് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് ഞാൻ ആകെ വിയർത്തൊലിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി ക്ലീനിങ് സംഭവമാണ് കേട്ടോ. അപ്പോൾ അതായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു യുദ്ധം കഴിഞ്ഞ പോലെയാണ്. അത് കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിക്കാൻ പോവാം. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് അമ്പലത്തിൽ പോകാണ്ടെന്ന്. അപ്പോൾ വീട്ടിൽ വിളക്ക് വയ്ക്കണം. അപ്പോൾ വീട്ടിൽ നമ്മൾ കുറച്ച് പൂക്കളുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് പറിച്ചെടുത്ത് ഭഗവാന് വിളക്കും വെള്ളം സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ ഒരു നല്ല ശീലമാണ് ലളിതാ സഹസ്രനാമം രാവിലെ ചൊല്ലും കേട്ടോ. ഒരാഴ്ചയിൽ തുടങ്ങിയിട്ട് തുടർന്ന് പോകുമെന്നറിയില്ല, പോകണമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യമായി എൻ്റെ കാപ്പി കൂടിയാണ് കേട്ടോ. ആസ്വദിച്ച് കുടിക്കാറുണ്ട്, പക്ഷേ ഇന്ന് സമയമില്ല, നമുക്ക് അമ്പലത്തിൽ പോകണം. ഞാൻ പോകുന്നത് കാട്ടാമ്പാല അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുത് തിരിച്ച് വീട്ടിലെത്തി. കാരണം ആദ്യക്ക് പഴഞ്ഞിൽ ട്യൂഷൻ ഉണ്ട്. അപ്പോൾ അവന് രാവിലെ നേരത്തെ ട്യൂഷന് പോകണ കാരണം അവൻ്റെ ട്യൂഷൻ ക്ലാസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും അവൻ എടുക്കാറാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവന് എടുത്ത് വന്നിട്ട് വീട്ടിൽ വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു. ചമ്മന്തി തലേ ദിവസം അരച്ച കാരണം പിന്നെ ചമ്മന്തി കാണിക്കാത്ത കേട്ടോ. അതിനുശേഷം ക്ലീനിങ് ആണ്. കാരണം അപ്പോഴുള്ള പാത്രങ്ങൾ വേഗം കഴുകി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കഴിയും. അല്ലെങ്കിൽ കൂട്ടി വെച്ചിരുന്ന ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങൾ അങ്ങനെ കഴുകി വെക്കുക ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെണ്ടയ്ക്ക ഉപ്പേരി ഞാൻ സവോളയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് വെണ്ടയ്ക്കപ്പേരി ഉണ്ടാക്കുക കേട്ടോ. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് സവോളയൊക്കെ വാട്ടി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് വെണ്ടയ്ക്കപ്പേരി ഉണ്ടാക്കുന്നത്. പിന്നെ ചോറ്, ഒരു കറി, ഉപ്പേരി. ഉപ്പേരിയാണല്ലോ വെണ്ടയ്ക്ക അല്ലേ. അതിന് ശേഷം നമുക്ക് ഇന്ന് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചെരുകയാണ് കേട്ടോ. ഞാൻ വറുത്തരച്ചിട്ടാണ് ചെമ്മീൻ കറി വെക്കുന്നത്. അപ്പോൾ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ വെണ്ടയ്ക്കുപ്പേരി റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ വേഗം ചെയ്ത് തീർക്കാം. ഇത് വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം കൂടി വളരെയധികം കുറവാണ്. അപ്പോൾ ഇതൊരു 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതൊരു 3 ലിറ്റർ ഇന്ന് രാത്രിക്കുള്ളിൽ എനിക്ക് കുടിച്ച് തീർക്കണം എന്നാണ് എൻ്റെ ഒരു വിചാരം. നടക്കും. അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ വെന്ത് ചോറ് വാർത്തു ശേഷം നമ്മൾ ചെമ്മീൻ കറിക്കുള്ള തേങ്ങ വറക്കണം കേട്ടോ. ഇതാണ് ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ നമുക്ക് ഇനി നേരാക്കി എടുക്കാം. ഇത് ഭയങ്കര മെനക്കെടായിരുന്നു. കാരണം വളരെ കുഞ്ഞു ചെമ്മീനായതുകൊണ്ട് നേരാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ചെമ്മീനൊക്കെ വൃത്തിയാക്കിയ ശേഷം നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി ഇനി ചെമ്മീൻ കറി വെക്കാൻ ഈ ചീനമുളകാണ് കേട്ടോ. ചീനമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെമ്മീൻ കറി വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നാടൻ മറ്റേ വാളൻ പുളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ശേഷം ഇന്നലെ കുറച്ച് മത്തി കിട്ടിയിരുന്നു. അപ്പോൾ പിള്ളേർക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് വറക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ചെമ്മീനോട് വലിയ താല്പര്യമില്ല, അവർ ചെമ്മീൻ കഴിക്കില്ല കേട്ടോ. ആദ്യമൊന്നും ചെമ്മീൻ കറിയോട് തീരെ ഇഷ്ടമല്ല. കറി ആദ്യം പിന്നെയും കഴിക്കും, പക്ഷേ ചെമ്മീൻ കഴിക്കില്ല. പക്ഷെ അവൻ പറഞ്ഞു 2 എനിക്ക് വറുത്ത് വെച്ചിട്ട് ഒരു ചെമ്മീൻ 2-3 ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് സംഭവങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത യുദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ റെഡി ആയിട്ട് അതിൽ വറുത്തിട്ട് ഞാൻ കേട്ടോ നമ്മൾ
ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ കൂടിയിട്ട് വറുത്തിടില്ല, അതൊക്കെ ചെയ്തു. അതിനുശേഷം ഗ്യാസ് സ്റ്റോപ്പും കിച്ചൺ കൗണ്ടറും എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വൃത്തിയാക്കിയിട്ട് നമുക്ക് പിന്നെ കിച്ചണിലേക്ക് കാണുമ്പോൾ ഒരു എന്ത് ഭംഗിയാണ് കാണാൻ, അങ്ങനെ തോന്നില്ലേ, അത് വേണ്ടിയിട്ട്. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. വെള്ളം കൂടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാം, കാരണം വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്കിൻ അത് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ പൊതുവേ ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൂടി കാണാം. എല്ലാ പണികളും ചെയ്ത ശേഷമാണ് ഞാൻ ടാങ്കിലേക്ക് വെള്ളം അടിച്ചിട്ട് കേട്ടോ. കാരണം എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ബേസിൻ കഴുകൽ, ബാത്റൂം ക്ലീനിങ്, അതുപോലെ തന്നെ നമ്മൾ അടിച്ചുവരൽ തുടക്കൽ എല്ലാം കഴിഞ്ഞാലാണ് ഞാൻ വീട്ടിലേക്ക് വെള്ളം പിടിച്ച് മീൻസ് ടാങ്കിലേക്ക് വെള്ളം അടിച്ചിടുക. പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, പിന്നെ അടുത്ത നെക്സ്റ്റ് ഡേ പിടിച്ചിടാറുള്ളൂ. അപ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളം വേറെ ചെമ്പിലേക്ക് പിടിച്ചിട്ട് അത് ഗ്യാസിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്തു. പണികളെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളം കൂടി ഇതിൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. വെള്ളം കൂടി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ മാരക വെയിലാണ് കേട്ടോ, നല്ല വെയിൽ, പറഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പം ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഒരു 12:30 ഒക്കെ ആയിരിക്കണം, 12:30 ആയിരിക്കണം കേട്ടോ. സ്കൂളില്ലാത്ത ദിവസമാണ് ഇങ്ങനെ നേരം വൈകുന്നത്. സ്കൂൾ ദിവസമൊക്കെ ആണെങ്കിൽ ഒരു 10:30 10:45 ആകുമ്പോഴേക്കും എൻ്റെ പണികൾ കഴിയും കേട്ടോ. ഇത് നമ്മൾ നേരെ വൈകിട്ടിൽ എണീറ്റതും കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയതൊക്കെ. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ ടൈം കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും, അതങ്ങനെയാണ്. അപ്പോൾ പുറത്ത് നല്ല വെയിലായിരുന്നു. കണ്ടോ എൻ്റെ കിച്ചൺ നല്ല ഭംഗിയിൽ കാണാൻ, നല്ല വൃത്തി ആണല്ലേ കിച്ചൺ. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചോറ്, അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഞാൻ പറയേ ചെമ്മീൻ ആദ്യം വറുത്ത് കൊടുക്കണം എന്ന്, അതാണ് 2-3 വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മത്തി വറുത്തതുണ്ട്. ശേഷം നമ്മുടെ വെണ്ടയ്ക്ക് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചത്തെ ലഞ്ച്. അതിൽ അച്ചാറും പപ്പടും എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഉച്ചത്തെ ലഞ്ച് കഴിച്ചു. ഇനി പ്രത്യേകിച്ച് പണി പറഞ്ഞാൽ ഇനി ഒരു പണിയില്ല, ഇനി സുഖമായിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുക. ഈ സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ റീലൊക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഈ ഒഴിവ് സമയം നോക്കിയിട്ടാണ് റീലും സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു സിനിമ, അതെന്താ സിനിമ, ഹാപ്പി ഹസ്ബൻഡ്സ് ആണ് തോന്നുന്നു. ആ സിനിമ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ബെഡ് റെഡിയാക്കിയില്ലല്ലോ ഒന്ന്. സാധാരണ കാലത്ത് എണീറ്റ് വരുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കാറാണ്, പക്ഷേ ഇന്ന് മറന്നുപോയി. അപ്പോൾ വേഗം ഓടിപ്പോയി ബെഡ്ഷീറ്റും ബെഡൊക്കെ വൃത്തിയാക്കി വിരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുണ്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ കുറേ റീലുകളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. അതിനുശേഷം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും പിന്നെ അങ്ങനെ പരിപാടികൾ എന്താ, മുറ്റടിക്കുക, ചെടികൾക്ക് വെള്ളം നനയ്ക്കുക, അങ്ങനെ സംഭവങ്ങൾ കേട്ടോ. നമുക്ക് ഒരുപാട് ചെടികളൊന്നുമില്ല, മുറ്റം പണി കഴിയാത്ത കാരണം അങ്ങനെ ചെടികളൊന്നും ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആഗ്രഹം വീടിൻ്റെ മുറ്റം പണിയാണ് കേട്ടോ. അതും കൂടി ആയി കഴിഞ്ഞാൽ വീട് സുന്ദരക്കുട്ടപ്പനാവും. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നാണ് ആഗ്രഹം. ഇത് നമ്മൾ മണ്ണുത്തിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 3 വർഷമായി, 3-ാം കൊല്ലം കായ്ക്കുന്ന പറഞ്ഞത് 4-ാമത്തെ വർഷം, കഴിഞ്ഞ വർഷം കായ്ച്ചു കേട്ടോ. ഈ വർഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കായ്ക്കുന്നുണ്ട്. ഇതൊരു ഓറഞ്ച് ഇനത്തിൽപ്പെട്ടൊരു സംഭവമാണ്. ഇതൊന്നും കൂടി പഴുക്കാനുണ്ട്, നല്ല മഞ്ഞ കളറാവും കേട്ടോ. അപ്പോൾ ഒരു പച്ച കാണുന്നില്ലേ, നല്ല മഞ്ഞവും. ഇങ്ങനെ ഇതിൻ്റെ ഫ്രൂട്ട് വരുന്നത് ഒരു ചെറിയൊരു പുളി മധുരമൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ വിളക്കൊക്കെ എടുത്ത് വിളക്കൊക്കെ വൃത്തിയായി കഴുകി വെച്ചിട്ട്, എനിക്ക് മേല് കഴുകിയിട്ട് വേണം വിളക്കൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ മുഖത്ത് നമ്മൾ ആദ്യം ഞാൻ എന്താ ചെയ്യുക, ഇതേപോലെ പച്ച വെളിച്ചെണ്ണ, ഞാൻ പാരച്യൂട്ടാണ് എടുക്കാറ്, ഇതേപോലെ ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജും കൊടുത്ത് ഇതേപോലെ വൈപ്പ് ചെയ്തെടുത്തിട്ട് നല്ലൊരു ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യാണ് ചെയ്യാറുള്ളത് കേട്ടോ. ശേഷം നമ്മൾ വീടൊന്ന് അടിച്ചു വാരിയിടുന്നുണ്ട്, കാരണം നമുക്ക് വിളക്ക് വെക്കേണ്ടതായതുകൊണ്ട് നമ്മൾ വീടൊന്ന് അടിച്ചു വാരിയിടുന്നുണ്ട്. ശേഷം ഞാൻ മേലൊക്കെ കഴുകി വരട്ടെ കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് പൂവുകൾ, അധികമൊന്നുമില്ല, വീടിൻ്റെ മുറ്റത്ത് നിന്നുള്ള കുറച്ച് പൂവുകളൊക്കെ പറിച്ചിട്ട് ഭഗവാന് വിളക്ക് വെക്കണമല്ലോ. അപ്പോൾ കുറച്ച് പൂവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിനി വിളക്ക് വയ്ക്കാൻ പോവുകയാണ്. വിളക്ക് വെച്ച് നാമം ചൊല്ലൽ കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഒരു ദിവസത്തെ ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒഴിവ് സമയം നോക്കി കിട്ടുമ്പോഴാണ് ഞാനിങ്ങനെ റീൽ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ, ഒരുപാട് റീലുകളൊക്കെ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യും. കാണുന്നവർ വിചാരിക്കും ഞാൻ ഡെയിലി റീലെടുത്ത് പോസ്റ്റ് ചെയ്യണം, അങ്ങനെ അല്ല കേട്ടോ. പിന്നെ നമ്മുടെ നാമം ചൊല്ലുക, ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലാറ്. പിള്ളേർ അവർ നാമം ചൊല്ലുന്നുണ്ട് കേട്ടോ. അവർ ഭഗവത്ഗീത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊല്ലുന്നുണ്ട്. ഞാൻ പിന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലാറ്. അതിന് ശേഷമാണ് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. അപ്പോൾ മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചായയുടെ ഒപ്പം എന്തായിരുന്നു കുറയ്ക്കാന്ന് തോന്നുന്നു, ചക്ക ഉപ്പേരി, ചക്ക വറുത്തത്. ഇത് വിഷുവിൻ്റെ ചക്ക വറുത്താണ് കേട്ടോ. അതിനുശേഷം നമ്മളൊരു 7:30-8 മണിയൊക്കെ ഉള്ളിൽ നമ്മൾ രാവിലത്തെ ഫുഡും കഴിച്ചു, രാത്രിത്തെ ഫുഡും കഴിച്ചു. ഇന്ന് ചിക്കനും പൊറോട്ടയായിരുന്നു. ഞാൻ ഈ M80 മൂസ കണ്ടുകൊണ്ട് കഴിക്കാൻ കേട്ടോ. ഞാനങ്ങനെ സീരിയലൊന്നും കാണാറില്ല, പക്ഷേ ഈ M80 മൂസ ഉപ്പുമുളകും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ചക്കപ്പഴം അതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെ പിന്നെ നമ്മൾ രാത്രിയിലത്തെ കഴുകിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കഴിച്ച പാത്രങ്ങളൊക്കെ, അതൊക്കെ കഴുകി വൃത്തിയാക്കി കിച്ചൺ ടോപ്പും കൗണ്ടറൊക്കെ വൃത്തിയാക്കി അടിപൊളിയാക്കി വയ്ക്കുകയേ ചെയ്യാറുള്ളൂ. പൊറോട്ടയും ചിക്കനും ഏട്ടൻ്റെ അവിടെ നിന്ന് കൊടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രിത്തെ ഫുഡ് അതാണ്. അല്ലെങ്കിൽ രാത്രി ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കൽ കുറവാണ്. ചോറും ഇടില്ല, എന്തെങ്കിലും രാവിലത്തെ പലഹാരം ഉണ്ടെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ വല്ല സാലഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ പതിവ്.
ഇതെനിക്ക് നാളേക്ക് കുടിക്കാനുള്ള ഉലുവ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രാത്രി അടുക്കള താഴെപ്പട്ട് ഇടാൻ പാടില്ല, മഹാലക്ഷ്മി വന്ന് നോക്കുന്നൊക്കെ പറയാം. അപ്പോൾ കുറച്ച് ചോറ് അവിടെ ഇങ്ങനെ സൈഡിൽ വെച്ചിരിക്കും കേട്ടോ. അതൊരു വിശ്വാസം. ഇതൊരു മൾട്ടിഗ്രെയിൻ നട്ട്സ് ആണ് കേട്ടോ. ഇത് ഡെയിലി ഒരു സ്പൂണ് ഞാനും പിള്ളേർ ഇപ്പോൾ കഴിക്കാറുണ്ട്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അതിനുശേഷം ഇത് നമ്മൾ രാത്രി കഴുകി വെച്ച പാത്രങ്ങൾ ഇവിടെ വെക്കാറ്, പുറത്ത് ഗ്രില്ല് അടച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ആ ഗ്രില്ലിൻ്റെ അവിടെ വെക്കാറില്ല. അപ്പോൾ കിച്ചണിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത് ഗുഡ് ബൈ പറഞ്ഞു. ശേഷം രാത്രി മടക്കാനുള്ള കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. പിന്നെ നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളാണ്. ഇതെൻ്റെ 3ാമത്തെ ബോട്ടിലാണ് കേട്ടോ. ഇനി ആകെ വളരെ കുറച്ചുകൂടി വെള്ളം ബാക്കിയുള്ളൂ. അത് ഞാൻ കിടക്കാറാകുമ്പോഴേക്കും കുടിക്കും. അപ്പോൾ ഇത്ര വെള്ളമേ ബാക്കിയുള്ളൂ. പിന്നെ നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വീട്ടിലെല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം നോക്കിയ ശേഷമാണ് ഞാനിപ്പോൾ പുറത്തേക്ക് പോവുകയാണെങ്കിലും വണ്ടി എടുത്ത് നടക്കുകയാണെങ്കിലും എല്ലാം ചെയ്യാറില്ല കേട്ടോ. അല്ലാതെ ഫുൾ ടൈം വണ്ടി എടുത്ത് നടന്നിട്ട് വീട്ടിലെ കാര്യങ്ങളോ ഉത്തരവാദിത്തങ്ങളൊന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ഭാര്യയൊന്നുമില്ല ഞാൻ. മക്കളുടെ കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പം എൻ്റെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മേടിക്കാനാണെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പുറത്തിറങ്ങിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങേണ്ട ആവശ്യം വരാറുണ്ട്. അല്ലാതെ ഫുൾ ടൈം കറങ്ങി നടക്കുന്നുമല്ല. വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് കിടന്നുറങ്ങാമല്ലോ, ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. പിന്നെ പറയാവുന്നവർക്ക് പലതും പറയാമല്ലോ, അവർ പറയട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ ഏകദേശം ഇപ്പോൾ രാത്രി 11 മണി ആയിരിക്കണം. ഇനി നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. ഓക്കെ, ബൈ.